സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അള്ളാഹു നമ്മുടെ ഇരുത്തം അവൻ്റെ പൊരുത്തത്തിലാക്കി തെരുമാറാകട്ടെ. ഒരു നന്മ ചെയ്താൽ എത്രയോ ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ്. അള്ളാഹു അങ്ങനെ പ്രതിഫലം നേടുന്ന മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. വിശുദ്ധ റമളാനും ഖുർആനും എന്നാണ് ഇന്ന് നമ്മളെ വിഷയം. ഖുർആനും റമളാനുമായി എന്താണ് ബന്ധം? ഖുർആൻ റമളാൻ രണ്ടുപേരെ വസ്ന് പോലെയുണ്ട്, കേൾക്കുമ്പോൾ തന്നെ ഒരു ഇണക്കമുണ്ട് അല്ലേ? ഖുർആൻ റമളാൻ രണ്ടും ഒരു പറയുമ്പോൾ എന്തോ ഒരു ചേർച്ചയുള്ളത് പോലെയുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആൻ റമളാൻ എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? എന്തേ റമളാനിന് ഇങ്ങനെയൊക്കെ പവിത്രത കിട്ടാനുള്ള കാരണം? വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ റമളാൻ മാസത്തിലാണ് ഖുർആനിനെ അവതരിപ്പിച്ചത്. ഖുർആൻ ഇറങ്ങിയ മാസം റമളാനാണ്. അപ്പോൾ ഖുർആനിന്റെ വാർഷികമാണ് റമളാൻ. ആ ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ ഉണ്ടായത് കൊണ്ടാണ് റമളാനിന് ഇത്രയധികം പവിത്രത ലഭിച്ചത്. അപ്പൊ ഖുർആൻ റമളാനിൽ ഇറങ്ങിയത് കൊണ്ട് റമളാൻ എന്ന മാസത്തിന് തന്നെ അല്ലാഹു വലിയ ബഹുമതി നൽകി. ആ റമളാനിനോട് ചേർന്ന് നിന്ന മാസമായതുകൊണ്ട് ഷഅബാനിനോട് ചേർന്ന് നിൽക്കുന്ന മാസമായതുകൊണ്ട് റജബിനും അല്ലാഹു പവിത്രത നൽകിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ അത്രയും അധികം പവിത്രത നിറഞ്ഞതാണ്. കാരണം ഇത്രമേൽ വലിയ പ്രതിഫലങ്ങളെ അല്ലാഹു തആല നൽകുന്ന റമളാൻ, ആ റമളാൻ മാസത്തിന് ഇതൊക്കെ നൽകാനുള്ള കാരണം എന്തേ? വിശുദ്ധ ഖുർആൻ ആ റമളാനിൽ അവതരിച്ചു എന്നുള്ളതാണ്. അപ്പൊ എല്ലാറ്റിനേക്കാളും അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനിനെ നമ്മൾ അംഗീകരിക്കുക മാത്രമല്ല, അതിനു വേണ്ട ബഹുമാനം കൊടുക്കുകയും ഖുർആനുമായി നമ്മൾ ബന്ധമുണ്ടാവുകയും വേണം. അതാണ് ഒന്നാമതായി റമളാനും ഖുർആനും തമ്മിലുള്ള ബന്ധം. അതാണ് റമളാനിൽ ഖുർആൻ അവതരിച്ചു. ആ ഖുർആനിന്റെ കാരണം റമളാനിന് പവിത്രത ലഭിച്ചു. അതുകൊണ്ട് ആ റമളാനിനെ നമ്മൾ വരവേൽക്കുന്ന സമയത്ത്, ഖുർആനിന്റെ വാർഷികമായ റമളാനിനെ വരവേൽക്കുമ്പോൾ, റമളാനിനെ നന്മകളെ കൊണ്ട് നിറക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു നന്മ എന്താണ്? വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. ആ ഖുർആനിനെ നമ്മൾ നിരന്തരം എല്ലാ സമയത്തും പാരായണം ചെയ്യണം. വിശിഷ്യ നമ്മളെ റമളാൻ മാസത്തിൽ പ്രത്യേകിച്ചും കൂടുതൽ പാരായണം ചെയ്യണം. കാരണം റമളാൻ വിശുദ്ധ ഖുർആനിന്റെ വാർഷികമാണ്. മാത്രമല്ല, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആൻ പാരായണം ചെയ്യൽ പുണ്യമുള്ളതാണ്, ഖുർആൻ കേൾക്കൽ പുണ്യമുള്ള കർമ്മമാണ്, ഖുർആനിനെ കേട്ട് നിങ്ങൾ ആസ്വദിക്കൽ പുണ്യമുള്ള കാര്യമാണ്. വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു അൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ നിങ്ങൾക്ക് ഓതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓതണം. അങ്ങനെ ഓതുന്നില്ല, ഒരാൾ ഓതുന്നത് നിങ്ങൾ കേൾക്കുകയാണ്. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ശബ്ദമുയർത്താൻ പാടില്ല. ആ ഖുർആനിനെ നല്ല പോലെ നിങ്ങൾ കേൾക്കണം. എന്തിനാണ്? നിങ്ങൾ കാരുണ്യം ലഭിക്കുന്നവരാകാനാണ്. അപ്പൊ ഖുർആനിനെ നമ്മൾ നല്ല പോലെ ബഹുമാനിക്കണം. ഖുർആനിനെ നമ്മൾ പാരായണം ചെയ്യണം. ആ ഖുർആനിനെ പാരായണം ചെയ്യാൻ നമ്മൾക്കറിയില്ല എങ്കിൽ ആ ഖുർആനിലേക്ക് നോക്കിയിരിക്കാനുള്ള സന്മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ ഖറഅ ഹറഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസനത്തുൻ വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ലാ അഖൂലു അലിഫ് ലാം മീം ഹറഫുൻ അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ. ഹബീബ് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്,
നിങ്ങൾ ഖുർആനിനെ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം എന്താണ്? മൻ ഖറഅ ഹറഫൻ മിനൽ ഖുർആൻ മിൻ കിതാബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന്, കലാമിൽ നിന്ന്, ഖുർആനിൽ നിന്ന് നിങ്ങൾ ഒരു ഹറഫ് ഓതിയാൽ ഫലഹു ബിഹി ഹസനത്തുൻ, അവനിക്ക് ഒരു നന്മയുണ്ട്. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, ആ ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ 10 ഹസനത്തുകളെ വർദ്ധിപ്പിച്ച ഇരട്ടിപ്പിച്ചതുപോലെയാണ്. അത്രയും ഒരു ഹറഫ് ഓതിയാൽ 10 കൂലിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ അഖൂലു അലിഫ് ലാം മീം ഹറഫുൻ, അലിഫ് ലാം മീം ഹാം മീം ത്വാഹ യാസീൻ എന്നൊക്കെ ചില സൂറത്തുകളുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നില്ലേ? അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് തങ്ങൾ പറയാണ്, അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹറഫല്ല. അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ, അതിൽ 3 ഹർഫുകളുണ്ട്. അപ്പൊ ഓരോ ഹർഫുകൾക്കും 10 ഹസനത്തുണ്ട്. അപ്പൊ അലിഫ് ലാം മീം എന്നൊരാൾ ഓതുമ്പോഴേക്ക് 30 പ്രതിഫലം കിട്ടിപ്പോയി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു ഹറഫിന് നിങ്ങൾക്ക് 10. അപ്പൊ അലിഫ് ലാം മീം എന്ന ഖുർആനിൽ നിന്ന് ഒരു അലിഫ് ലാം മീം എന്ന് മാത്രം ഓതിയാൽ 30 പ്രതിഫലം അവന് ലഭിച്ചു. അത് റമദാനിലാകുമ്പോഴോ അതിലപ്പുറം ലഭിച്ചുപോയി. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട്, വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്, ആ ആയത്തുകളിൽ എത്ര അക്ഷരങ്ങളുണ്ട്, ഹർഫുകളുണ്ട്. ഒരു ഖത്മുൽ ഖുർആൻ ഓതി തീരുമ്പോഴേക്ക് എത്ര പ്രതിഫലം വാരിക്കൂട്ടാനാകുന്നുണ്ട്. എന്തേ ഖുർആൻ ഇത്ര വലിയ മഹത്വം അല്ലാഹു തആല നൽകിയത്? ഒന്നാമതായി അല്ലാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ മുഅ്ജിസത്തായിട്ടാണ് ഖുർആൻ അവതരിച്ചത്. കേവലം അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് മാത്രമല്ല, എല്ലാ നബിമാർക്കും അല്ലാഹു മുഅ്ജിസത്ത് നൽകുന്നുണ്ട്. എന്നാൽ നമ്മുടെ നേതാവായ ഹബീബ് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഒരുപാട് മുഅ്ജിസത്തുകളിൽ നിന്ന് ഏറ്റവും വലിയ നിലനിൽക്കുന്ന, ഇന്ന് വരെ നിലനിന്നു പോകുന്നതും ഇനി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതുമായ മുഅ്ജിസത്ത് ഏതാണ്? ദാമത്ത് ലദൈനാ ഫഫാഖത കുല്ല മുഅ്ജിസതി മിനൻ നബിയ്യിന ഇദ് ജാഅത് വലം തദുമി മൗലായ സല്ലി വസാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് മുഴുവനും അല്ലാഹു തആല മുഅ്ജിസത്തുകളെ നൽകിയിട്ടുണ്ട്. എങ്കിലും ആ മുഅ്ജിസത്തുകൾ ഇന്ന് നിലനിൽക്കുന്നില്ല. എന്നാൽ നമ്മുടെ നേതാവായ ഹബീബ് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആൻ അത് ഇന്നും നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞു, മുഹക്കമാതുൻ ഫമാ തുബ്ഖീന മിൻ ശുബഹി ലിദി ശിഖാഖിൻ വലാ തബ്ഗീന മിൻ ഹകമി. ഏതൊരു നിയമമാണോ നിനക്ക് വേണ്ടത്, അതേ നിനക്ക് യോജിച്ചതായ കാലത്തിനോട് യോജിച്ച എല്ലാ നിയമങ്ങളും ഖുർആനിൽ ഒതുങ്ങിയിട്ടുണ്ട്. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ഒരു വിധികർത്താവിനെ വെക്കാതെ ഖിയാമത്ത് നാൾ വരെ ഖുർആനിനെതിരെ വരുന്ന എല്ലാ ആരോപണങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും മറുപടി പറയാൻ തങ്ങളുടെ മുഅ്ജിസത്തായി ഇന്നും ഇനി നാളെയും ഇനി ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കുന്ന വിശുദ്ധ കലാമായ തങ്ങളുടെ മുഅ്ജിസത്താണ് ഫുർഖാനുൽ അളീം. ആ ഖുർആനിനെ, അത്ര പവിത്രമായ ഖുർആനിനെ
ഇന്ന് വരെ ഒരാൾക്കും തോൽപ്പിക്കാനായിട്ടില്ല. ഒരു നിരീശ്വരവാദിക്കും പരാജയപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഒരു ശാസ്ത്രത്തിനും അതിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാനായിട്ടില്ല. ഒരു മതത്തിനും അതിന് കടപിടിച്ചൊരു ഗ്രന്ഥം കൊണ്ടുവരാനായിട്ടില്ല. അത്രമേൽ വലിയ പവിത്രതയുള്ള ഖുർആൻ, ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് വിശുദ്ധ റമളാൻ. അപ്പോൾ ആ ഖുർആനിന് വലിയ മഹത്വമുണ്ട്, വലിയ പവിത്രതയുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. നിങ്ങൾ നോക്കൂ, ഹബീബായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്ത് വായന അറിയാത്ത ആളായിരുന്നല്ലോ തങ്ങൾ. ആ തങ്ങളോട് പറയുന്നുണ്ട്, വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൻ ലർതാബൽ മുബ്തിലൂൻ. നബിയേ, താങ്കൾ മുമ്പ് ഒരു ഗ്രന്ഥം പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ അത് രചിക്കുകയോ ചെയ്യാത്ത ആളാണ്. അങ്ങനെ ഒരു സംഭവം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ തങ്ങൾ ഗ്രന്ഥം രചിക്കുകയും മറ്റു ഗ്രന്ഥങ്ങളെ വായിക്കാൻ അറിയുകയും ചെയ്യുന്ന ആളായിരുന്നുവെങ്കിൽ ഈ ഖുർആനിനെ അവതരിപ്പിക്കുമ്പോ തങ്ങളുടെ മുമ്പിൽ വരുന്ന മുശ്രിക്കീങ്ങൾ, കാഫിരീങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറാകൂല നബിയേ. അങ്ങനെ എഴുതാനറിയാത്ത തങ്ങൾ, വായിക്കാനറിയാത്ത തങ്ങൾ, ഒരു രചന നടത്തിയിട്ടല്ലാത്ത തങ്ങൾ, ആ തങ്ങളിലൂടെയാണ് വിശുദ്ധ ഖുർആൻ കടന്നു വരുന്നത്. അപ്പോഴാണത് ദൈവീകമായ ഗ്രന്ഥമാണെന്ന് ബോധ്യമാകുന്നത്. അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ട് നല്ല സാഹിത്യം അറിയുന്ന വ്യക്തിയായിരുന്നു തങ്ങളെങ്കിൽ, നല്ല എഴുത്തും വായനയും അറിയുന്ന ആളായിരുന്നു തങ്ങളെങ്കിൽ, ആ തങ്ങൾ തന്നെ അങ്ങുണ്ടാക്കിയതാണെന്ന് നാട്ടുകാര് പറയും. അതുകൊണ്ട് ഇതൊന്നും അറിയാത്ത ഒരാളിലേക്ക് ഇത്ര സാഹിത്യ സമ്പുഷ്ടമായ ഗ്രന്ഥം ഇറങ്ങി വരുമ്പോ ഇതൊരു മനുഷ്യന്റെ കൃതിയല്ല, ഇതൊരു മനുഷ്യന്റെ സൃഷ്ടിയല്ല, ഇത് ദൈവികമായ ഗ്രന്ഥമാണെന്നറിയാനാണ്. അപ്പോൾ ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങി വരുമ്പോൾ തന്നെ അത്ഭുതം സൃഷ്ടിച്ചിട്ടാണ് വരുന്നത്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ആ ഖുർആനിനെ ഇന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോ അതിനെ വില കൽപ്പിക്കാതെ പോയല്ലേ. ആ ഖുർആനിനെ വെല്ലുവിളിച്ചു വന്ന ആളുകൾ, ആ കാലഘട്ടത്തിൽ വെല്ലുവിളിച്ചു വന്ന ആളുകളുണ്ട്. അതെ, അന്നുണ്ടായിരുന്ന വലിയ ശാസ്ത്രജ്ഞന്മാർ, വലിയ സാഹിത്യകാരന്മാരെ ഏൽപ്പിക്കുകയാണ്. എന്ത്? ഖുർആനിന് പകരം അതേ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ. ഇബ്നു കൂഫ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നേതാക്കളെല്ലാവരും കൂടി ഒരു ഗ്രന്ഥം ഖുർആനിന് പകരം കൊണ്ടുവരാൻ നിയമിക്കുകയാണ്. ഖുർആനിന് പകരം ഒരു ഗ്രന്ഥം കൊണ്ടുവരണം. അതിന് ഇബ്നു കൂഫ എന്ന് പറയുന്ന ഒരാളെ ഏൽപ്പിക്കുകയാണ്. ശത്രുക്കളായ ആളുകൾ ഇത്രയും വലിയ സാഹിത്യ സമ്പുഷ്ടമായ ഖുർആൻ, അതിന് പകരം ഒരു ഖുർആനിനെ കൊണ്ടുവരാൻ വന്നാലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാജയപ്പെടുത്താനാകൂ. അതുകൊണ്ട് ഖുർആനിന് പകരം ഒരാളൊരു ഗ്രന്ഥം കൊണ്ടുവരണം. അതിന് അന്നത്തെ കാലത്ത് ഏറ്റവും ടോപ്പ് സാഹിത്യകാരനായ ഒരാളെ ഏൽപ്പിച്ചു. ഇബ്നു കൂഫ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ അറിയപ്പെട്ട സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന് അതേ ഒരു വർഷം അവധി കൊടുത്തു. 6 മാസം കഴിഞ്ഞിട്ട് അവരന്വേഷിച്ചു, എവിടെയെത്തി? പേനയെടുത്തിട്ട് ബിസ്മിക്ക് പകരം ഒരായത്ത് കൊണ്ടുവരാൻ കഴിയാതെ ഇരിക്കുകയാണ് സാഹിത്യകാരൻ. കൂട്ടുകാരെ, 6 മാസത്തെ കാലയളവ് കഴിഞ്ഞിട്ട് ഖുർആനിന് പകരം ഒരു ഗ്രന്ഥമുണ്ടാക്കാൻ വേണ്ടി പോയയാൾ പേന പിടിച്ചിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിന്റെ അർത്ഥവ്യാപ്തി ഉള്ളതുപോലെ ഒരായത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രമേൽ മഹത്വമേറിയ ഖുർആൻ
ഇനി നോക്കൂ നിങ്ങൾ, ആ ഖുർആനിനെ നമ്മുടെ കയ്യിലേക്ക് മാറി മാറി കൈമാറി തരാൻ മഹാന്മാർ എത്രയാണ് അതിനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തത്. അതേ ഖുർആൻ വന്നപ്പോൾ ആദ്യത്തെ എഴുത്തിൽ ഇന്ന് കാണുന്ന ലിപി പോലെ ഫതഹില്ല, കസറില്ല, പുള്ളികളില്ല, ഒന്നുമില്ലല്ലോ. യാ ഏതാണ്, ബാ ഏതാണ്, താ ഏതാണ്, സാ ഏതാണ്? നമ്മൾ ഇന്ന് നോക്കിയാൽ പഴയ എഴുത്തിൽ നമുക്ക് വായിക്കാൻ അറിയുമോ? അറിഞ്ഞാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അതാ ആ വിശുദ്ധ ഖുർആനിനെ പിൽക്കാലത്ത് വരുന്ന ആളുകൾ അവർക്ക് തെറ്റിപ്പോകുമോ എന്ന് ഭയന്നിട്ട് അതിന് വേണ്ട രീതിയിൽ ഹറക്കത്തുകൾ ക്രോഡീകരിച്ചു കൊടുത്ത്, വേണ്ട രീതിയിൽ പുള്ളികളെ ക്രോഡീകരിച്ചു കൊടുത്ത് കൃത്യമായി അടയാളപ്പെടുത്തി നമ്മുടെ മുമ്പിലേക്ക് സൂക്ഷ്മതയോടെ കൈമാറി തന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത്രയും സൂക്ഷ്മതയോടെ ഒരു തെറ്റുപോലും അതിൽ വരരുത്, ഭാവിയിൽ ഇനി അത് ഓതുമ്പോൾ അതിൽ തെറ്റുകൾ സംഭവിക്കരുത് എന്ന് വിചാരിച്ച് വളരെ സൂക്ഷ്മതയോടെ നമ്മിലേക്ക് കൈമാറിയ വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. നിങ്ങൾ നോക്കൂ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി ഖുർആൻ ഓതി. ആ ഖുർആൻ ഓതിയ ആയത്ത് ഏതായിരുന്നു? വല്ലാഹു ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലുഹു എന്ന ആയത്താണ്. അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും ശാപം മുശ്രിക്കീങ്ങളുടെ പേരിൽ ഉണ്ടാകുമെന്നുള്ള ആശയം വരുന്ന ആ ആയത്ത് സ്വഹാബി ഓതിയപ്പോൾ ഹറക്കത്ത് മാറിപ്പോയി. വല്ലാഹു ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലുഹു എന്ന് ഓതേണ്ടടുത്ത് വറസൂലിഹി എന്ന് ഓതിപ്പോയി. ലാമിന് ലൊമ്മ കൊടുക്കേണ്ടടുത്ത് കസറ് കൊടുത്തുപോയി. അങ്ങനെ കസറായപ്പോ അർത്ഥമങ്ങ് മാറിപ്പോയി. അള്ളാഹുവിന്റെയും അള്ളാന്റെ റസൂലിന്റെയും ശാപം മുശ്രിക്കീങ്ങളെ പേരിൽ ഉണ്ട് എന്ന് ആശയം വരുന്ന ആയത്ത് ഹറക്കത്തങ്ങ് മാറിയപ്പോ മുശ്രിക്കീങ്ങളുടെയും മുശ്രിക്കീങ്ങളുടെയും റസൂലുള്ളാഹി തങ്ങളുടെയും പേരിൽ അള്ളാന്റെ ശാപമുണ്ട് എന്ന അർത്ഥം മാറിപ്പോയി. ഉടനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിന് പരിഹാരം കാണുകയാണ്. അങ്ങനെ ഹർക്കത്തുകൾ വരുന്നു, പുള്ളികൾ വരുന്നു, പിന്നീട് ഹർക്കത്തുകൾ വരുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലത്ത് വീണ്ടും അതിൽ മാറ്റങ്ങൾ വരുന്നു. എന്നാൽ ഖുർആനിലെ ഒന്നിനും മാറ്റമില്ല. നമ്മൾക്ക് മനസ്സിലാകാൻ, നമ്മുടെ പാരായണത്തിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ട രീതിയിൽ പുള്ളികളും ഹറക്കത്തുകളും എല്ലാം അതിലിട്ട് കൊടുത്തത് എന്തിനാണ്? നമ്മൾ പാരായണം ചെയ്യാനാണ്. പക്ഷേ ഞാനും നിങ്ങളും തമ്മിൽ ഖുർആനുമായുള്ള ബന്ധമെവിടെ? നമ്മൾ ഖുർആനുമായിട്ട് എത്രയാ ബന്ധമുള്ളത്? ഖുർആനുമായിട്ട് നമുക്ക് എന്താണ് ബന്ധം? നമ്മൾ അതിനെ എത്രയും മഹാന്മാർ ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച് നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ട് ആ ഖുർആനിനെ പാരായണം ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ സഹോദരന്മാരെ? മഹാനായ സുഫിയാൻ അസ്-സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ഖറഅ അർ-റജുലുൽ ഖുർആന ഖബ്ബലൽ മലകു ബൈന ഐനൈഹി. ഒരാൾ ഖുർആൻ പാരായണം ചെയ്താൽ അയാളുടെ രണ്ട് കണ്ണുകളുടെയും ഇടയിൽ അതേ ഒരു മലക്ക് വന്നിട്ട് ചുംബനം നൽകുന്നുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കുല്ലു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ എല്ലാ ആയത്തുകളും ദറജത്തുൻ ഫിൽ ജന്ന. നീ ഖുർആനിലെ ഒരു ആയത്ത് ഓതുമ്പോഴേക്ക് നാളെ സ്വർഗ്ഗത്തിൽ നിനക്ക് വലിയ ദറജയുണ്ട്. വമിസ്ബാഹും ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിലെ വിളക്കാണ് ഖുർആൻ. അപ്പൊ നമ്മുടെ വീട്ടിലെ വിളക്കാണ് ഖുർആൻ. ആ ഖുർആൻ നമ്മുടെ സ്വർഗ്ഗത്തിലെ ദറജ വർദ്ധിക്കാൻ കാരണമാണ്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂലു ഇഖ്റഇൽ ഖുർആന ഫഇന്നഹു യഅതിഹി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആനിനെ പാരായണം ചെയ്താൽ ആ ഖുർആൻ നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ശഫാഅത്തുമായി വരുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതിയാൽ കിട്ടുന്ന പവിത്രതകളാണ് മഹാന്മാരി പറഞ്ഞത്. ഇത്രയധികം പവിത്രതകൾ നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഖൈർ ലഭിക്കാൻ, ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ, അതിനു വേണ്ടിയാണ് നമുക്ക് ഇത്രയും വലിയ പവിത്രതകൾ നൽകിയത്. നോക്കൂ നിങ്ങൾ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഖൈറായവൻ ആരാണ്? ആ ഖുർആനിനെ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്. ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം പവിത്രതയുണ്ട് എന്നാണ് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചത്. ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം വിശുദ്ധ റമളാനാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ റമളാനിൽ നമ്മളിൽ എത്ര പേര് ഖത്മുൽ ഖുർആൻ തീർക്കണമെന്ന ഉദ്ദേശത്തോടെ ഖുർആനിന്റെ പാരായണം ആരംഭിച്ചിട്ടുണ്ട്? ആ ഖുർആനിന്റെ പാരായണം സാധാരണയിൽ അപ്പുറം നമ്മൾ എത്രത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തോട് ചോദിക്കണം. കഴിഞ്ഞുപോയ മഹാരഥന്മാർ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഖുർആനിനെ ഉപയോഗപ്പെടുത്തിയത്? പ്രത്യേകിച്ച് റമളാൻ വരുമ്പോൾ ആ മഹാന്മാരെങ്ങനെയാണ് ഖുർആനിനെ ഉപയോഗപ്പെടുത്തിയത്? അറിയില്ലേ മഹാനായ മാലിക് ഇമാം? ആരാണ് മാലിക് ഇമാം? മദീനത്തെ പള്ളിയിൽ 40 വർഷം ദർസ് നടത്തിയ മഹാനാണ്. ആ മഹാനായ മാലിക് ഇമാം ഇന്നും ജന്നത്തുൽ ബഖീൽ, അതേ മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബായിലേക്ക് നോക്കി ജന്നത്തുൽ ബഖീൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ്. 40 വർഷം മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തിയ മഹാൻ. ആ മഹാനരായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യുഫ്തി വലാ യുദർരിസു, റമളാനായാൽ ഞാൻ ദർസ് നടത്താറില്ല. ആളുകൾ ഫത്വ ചോദിച്ചു വന്നാൽ ഫത്വ കൊടുക്കാറില്ല. പിന്നെയോ ഹാദാ ഷഹറുൽ ഖുർആൻ, ഇത് ഖുർആനിന്റെ മാസമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും പറഞ്ഞതാണ്, ഹാദാ ഷഹറുൽ ഖുർആൻ, ഇത് ഖുർആനിന്റെ മാസമാണ്. അതുകൊണ്ട് ഖുർആനിന്റെ പാരായണം തന്നെ. ഇങ്ങനെ കഴിഞ്ഞുപോയ മഹാന്മാർ വിശുദ്ധ റമളാൻ നമ്മിലേക്ക് വന്നപ്പോൾ, അവരിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവര് റമളാനിനെ സ്വീകരിച്ചത് എങ്ങനെയാണ്? റമളാനു യുവാഫീനാ ഹുബ്ബൻ യഫ്തഹു ഫീഹാ ഖൽബൻ ഖൽബാ യശ്കുബു ഫീഹാ തഖ്വാ സക്ബാ ഫഹയാതുർ റൂഹി ബിതഖ്വാഹാ കം നൻശുറു ഫീഹിൽ ഇഹ്സാനാ കം നത്ലു ഫീഹിൽ ഖുർആനാ കം നദ്ഉ ഫീഹിർ റഹ്മാനാ ലിയുബാരിക ലിന്നഫ്സി ഹുദാഹാ. റമളാനായാൽ അവര് കൽബും അടുക്കുകയാണ്. തമ്മിലുള്ള പ്രശ്നങ്ങളെ അങ്ങ് മാറ്റിവെക്കുകയാണ്, കൽബുകളെ അങ്ങ് തുറന്നു വെക്കുകയാണ്. എന്നിട്ടോ അവര് റമളാനിൽ ചെയ്യുന്നത് എന്താണ്? കം നൻശുറു ഫീഹിൽ ഇഹ്സാന കം നത്ലു ഫീഹിൽ ഖുർആന കം നദ്ഉ ഫീഹിർ റഹ്മാന ലിയുബാരിക ലിന്നഫ്സി ഹുദാഹാ. എത്രയാണ് അവർ സൽക്കർമ്മങ്ങൾ ചെയ്തത്, എത്രയാണ് അവർ ഖുർആനിനെ പാരായണം ചെയ്തത്, എത്രയാണ് അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തത്. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് എത്രയാണ്. രാപ്പകലിന്റെ വ്യത്യാസമില്ലാതെ ഖുർആനിനെ ഒന്നല്ല രണ്ടല്ല അതിലധികം ഖത്മുൽ ഖുർആനിനെ തീർത്തവരാണ്. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ടതാണ്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ അതിൽപ്പെട്ടതാണ്. ഇങ്ങനെ കഴിഞ്ഞു പോയ മഹാരഥന്മാർ അവരെ ഖുർആനിനുമായുള്ള ബന്ധം റമളാനായപ്പോ ഖുർആനിൽ നെഞ്ചോട് ചേർത്തിട്ട് വിജയിച്ചു പോയവരല്ലേ. കണ്ടില്ലേ, സൂഫി വര്യന്മാരിൽപ്പെട്ട ഒരു മഹാൻ. ആ മഹാനതാ മരണത്തോടടുത്ത് കിടക്കുന്ന സമയത്ത് മക്കള് വന്നിട്ട് കരയുകയാണ്.
ബാപ്പാന്റെ അസുഖം കണ്ട് മരണമെത്തിപ്പോയി എന്ന് ഭയന്നിട്ട് മക്കള് നിന്നിട്ട് ചുറ്റുഭാഗത്തും നിന്ന് കരയുന്ന സമയത്ത് അതേ ആ ബാപ്പ മരിക്കാൻ കിടക്കുന്ന ബാപ്പ ചോദിക്കാണ്, അല്ലയോ മക്കളെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ബാപ്പാന്റെ വേർപാട് ആലോചിച്ചിട്ടാണോ നിങ്ങൾ കരയുന്നത്? അപ്പോൾ മക്കൾ അതേ എന്ന് പറയുമ്പോ ബാപ്പ മരിക്കാൻ കിടക്കുന്ന ബാപ്പ ജീവിച്ചിരിക്കുന്ന മക്കളെ സമാധാനിപ്പിക്കുന്നു. മോനെ, നമ്മുടെ പള്ളിയിലെ 4 തൂണുകളുണ്ട്. ആ 4 തൂണുകളിലും ചാരിയിരുന്ന് ഓരോ തൂണിലും ചാരിയിരുന്നിട്ട് ഈ ബാപ്പ 10 വീതം ഖത്മുൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. അപ്പൊ 4 തൂണുകളിലും 40 ഖത്മുൽ ഖുർആൻ ഈ ബാപ്പാന്റെ ജീവിതകാലത്ത് ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ മക്കള് കരയേണ്ടതില്ല. ബാപ്പ സംതൃപ്തിയോടെയാണ് പോകുന്നത്. കാരണം ഖുർആനിനെ ചേർത്ത് പിടിച്ച ശരീരമാണ്. ഇങ്ങനെ ഖുർആനിനെ അടുത്ത് പിടിച്ചവർ, ഖുർആനിനെ ചേർത്ത് പിടിച്ചവർ ആരും തന്നെ പരാജിതനായിട്ടില്ല. എല്ലാവരും രക്ഷപ്പെട്ടു പോയവരാണ്. എന്നാ ചോദിക്കട്ടെ, നമ്മളെ ജീവിതത്തിൽ നമ്മോട് എല്ലാ ദിവസവും മോദൽ സുന്നത്താണെന്ന് പറഞ്ഞ വിശുദ്ധമായ സൂറത്തുകളുണ്ട്. ആ സൂറത്തുകൾ വരെ നമ്മൾ പാരായണം ചെയ്യാറുണ്ടോ? ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്യണം. അത് സുന്നത്തായ സൂറത്തുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിൽ നേട്ടമുണ്ട്, ആഖിറത്തിൽ നേട്ടമുണ്ട് എന്ന് പറഞ്ഞു തന്ന 7 സൂറത്തുകളുണ്ട്. ആ 7 സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യാറുണ്ടോ? ഏതാണ് ആ 7 സൂറത്ത് എന്നറിയോ? ഒന്നാമത്തത് സൂറത്തു യാസീനാണ്. ഖൽബുൽ ഖുർആൻ എന്ന പേരുള്ള സൂറത്താണ്. ആ സൂറത്തു യാസീൻ നമ്മൾ പാരായണം ചെയ്താൽ ഖൽബുൽ ഖുർആനാണ് എന്ത് ഉദ്ദേശം വെച്ചിട്ട് നിങ്ങളത് പാരായണം ചെയ്യുന്നുവോ ആ ഉദ്ദേശം നിങ്ങൾക്ക് നേടാനാകും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിന്റെ പവിത്രതയാണ്. അങ്ങനെ പവിത്രതയുള്ള സൂറത്ത്. നമുക്ക് എന്ത് ആഗ്രഹമുണ്ട്, ഖൈറായ ആഗ്രഹം മനസ്സിലുണ്ട്, അന്ന് നിങ്ങളൊരു സൂറത്ത് യാസീൻ ഓതി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, സൂറത്തു യാസീനിനെ പരിചയപ്പെടുത്തുന്നു. രാവിലെ നിങ്ങൾ ആ സൂറത്തു യാസീൻ ഓതിയാൽ, സുബഹിക്ക് ശേഷം നിങ്ങൾ ആ സൂറത്ത് യാസീൻ ഓതിയാൽ, അന്ന് വൈകുന്നേരമാകുന്നത് വരെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സഹലാകും, എളുപ്പമാകുമെന്ന് ഹബീബ് മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ നേരം വെളുത്താൽ ഒരു പേപ്പർ വർക്ക് നടക്കാനുണ്ട്, വില്ലേജിൽ പോകണം, പഞ്ചായത്തിൽ പോകണം, അല്ലെങ്കിൽ പാസ്പോർട്ട് ശരിയാക്കാനുണ്ട്, വിസ പുതുക്കാനുണ്ട്, ഇഖാമ കിട്ടാനുണ്ട്, ജോലിയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനുണ്ട്, പരീക്ഷയിൽ പങ്കെടുക്കാനുണ്ട്. ഇങ്ങനെ മനസ്സിനെ പേടിപ്പെടുത്തുന്ന പല രംഗങ്ങളുമുണ്ട്. മകളുടെ കല്യാണ അന്വേഷണം വരും, മകൻ അങ്ങോട്ട് അന്വേഷണത്തിന് പോകാനുണ്ട്. ഇതൊക്കെ നടക്കുമോ? കച്ചവടമുണ്ട്, സ്ഥലത്തിന് കച്ചവടക്കാര് വരാനുണ്ട്, വീടിന് കച്ചവടക്കാര് വരാനുണ്ട്. ഉറക്കുമോ ഇല്ലയോ? ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹം നിൽക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് സൂറത്തു യാസീൻ അങ്ങ് പാരായണം ചെയ്താൽ അതിൽ ഖൈർ നിങ്ങൾ പുലർന്ന് കാണുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇനി എന്തിനാ വേറെന്താ പണിയുള്ളത്? ഒരു സൂറത്തുൽ യാസീനെ കൊണ്ട് നമ്മൾ ആവശ്യങ്ങൾ മുഴുവനും നടത്താൻ പറ്റുന്ന ആരാ പറഞ്ഞത്? ലോകത്തിന്ന് വരെ ജീവിതകാലത്ത് കളവ് പറയാത്ത നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓതി നോക്ക്, രാവിലെ എഴുന്നേറ്റിട്ട് ഒരു യാസീൻ ഓത്. അന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരാനിരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളെല്ലാം മാറി അത് സഹലാകുമെന്നാണ് ഹബീബ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഞാൻ ഇടയ്ക്കിടെ അങ്ങനെ വല്ല പ്രയാസങ്ങളും വരുമ്പോൾ ഓതാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ യാസീൻ ഓതാറുണ്ട്. പക്ഷെ ഇങ്ങനെ വല്ല വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ സ്പെഷ്യൽ നമ്മൾ ഓതും. അതെല്ലാം നടക്കാറുണ്ട്. വിശ്വാസത്തോടെ ഓതിയാൽ, കൃത്യമായി യാസീൻ ഓതേണ്ട രീതിയിൽ ഓതിയാൽ നടക്കും. ആ തങ്ങൾ തന്നെ ഹദീസിന്റെ പിന്തുടർച്ചയിൽ പറയുന്നു, വൈകുന്നേരം നിങ്ങൾ ആ യാസീൻ ഓതിയാൽ
നേരം വെളുക്കുന്നതുവരെ ആ യാസീൻ നിങ്ങൾക്ക് കാവലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യാസീനിനെ എല്ലാ ദിവസവും പാരായണം ചെയ്യൽ സുന്നത്താണ്. ചുരുക്കി പറയട്ടെ, രണ്ടാമത്തെ സൂറത്ത് ഏതാണ്? സൂറത്തു സജദ. എല്ലാ ദിവസവും മോദൽ പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്താണ്. സൂറത്തു സജദ എല്ലാ ദിവസവും ഓതണം. എന്താണ് സൂറത്തു സജദയുടെ പ്രത്യേകത? എന്താ? നമുക്ക് നാളെ ആഖിറത്തിൽ ശഫാഅത്തിന് വേണ്ടി വരും. ഒരാൾ എല്ലാ ദിവസവും സൂറത്തു സജദ പാരായണം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ആഖിറത്തിൽ അദ്ദേഹത്തിന്റെ പാപത്തിന്റെ എന്തോ കാരണം ശിക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് സൂറത്തു സജദ ഒരാളുടെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, റബ്ബേ, അയാൾ എന്നെ എല്ലാ ദിവസവും പാരായണം ചെയ്ത ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പാടില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് ആഖിറത്തിൽ ശഫാഅത്തിന് വന്ന സൂറത്താണ് സജദ. അതുകൊണ്ട് എല്ലാ ദിവസവും സൂറത്തു സജദ ഓതൽ സുന്നത്താണ്. മൂന്നാമതായി നമ്മൾ എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്ത് ഏതാണ്? സൂറത്തു ദുഖാൻ. എല്ലാ ദിവസവും ഓതൽ നമുക്ക് സുന്നത്താണ്. ആ സൂറത്തു ദുഖാനിനെ നിങ്ങളൊരു രാത്രിയിൽ ഓതിയാൽ അതേ നേരം വെളുക്കുന്നത് വരെ നിങ്ങൾക്ക് 70,000 മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നുണ്ട് എന്ന് ഹബീബ് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 3 സൂറത്ത്, 1 യാസീൻ, 1 സജദ, 1 ദുഖാൻ. അടുത്തതേതാണ്? സൂറത്തുൽ വാഖിഅ. ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ വാഖിഅ. ആ സൂറത്തുൽ വാഖിഅ നിങ്ങൾ പാരായണം ചെയ്താലോ ദാരിദ്ര്യം നിങ്ങൾക്ക് അന്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിയായ ഒരാൾ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ആ മഹാനവറുകളുടെ അടുത്തേക്ക് അന്നത്തെ ഖലീഫയും കൂട്ടരും ചെല്ലുകയാണ്. എന്തിനാണ് അവർ ചെന്നത്? അതേ, ആ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നതാണ്. അങ്ങനെ ചെന്നപ്പോ രോഗിയോട് സന്ദർശനം നടത്തിയിട്ട് പറഞ്ഞു, അതേ, സമാധാനത്തിന്റെ വാക്കുകൾ പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ അവര് പറഞ്ഞു, നിങ്ങളുടെ 7 പെൺമക്കളില്ലേ, ആ മക്കളെ വിവാഹം ചെയ്തു വിടാൻ സമ്പത്ത് വേണമല്ലോ, ഞങ്ങളൊരു സമ്പത്തിന്റെ ശേഖരണം നടത്തട്ടെ. മരിക്കാൻ കിടക്കുന്ന സ്വഹാബി അതേ വന്ന ഖലീഫയോട് പറഞ്ഞു, വേണ്ട വേണ്ട, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബായ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ദാരിദ്ര്യം അന്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എനിക്ക് ബേജാറില്ല. എന്റെ 7 പെൺമക്കളോടും ഞാൻ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരത് പാരായണം ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് എന്റെ മക്കളെ വിവാഹമോ മറ്റോ എനിക്ക് സാമ്പത്തികമായ പ്രതിസന്ധി വരുമെന്നോ ദാരിദ്ര്യത്തിനകപ്പെട്ടു പോകുമെന്നോ എനിക്ക് ഭയമില്ല. ജോലിയിൽ പെട്ടുപോയിട്ട് അതേ ബിസിനസ് തകർന്നു പോയിട്ട് കടത്തിൽ കുടുങ്ങിയവരില്ലേ, വീടിന്റെ പണി തുടങ്ങി വെച്ചിട്ട് ഇനി പണം എവിടെ നിന്നുണ്ടാക്കുമെന്നാലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരില്ലേ, മക്കളുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചിട്ട് അവർക്ക് കൊടുക്കാനുള്ള സ്വർണം ഞാൻ എവിടെ നിന്നൊപ്പിക്കുമെന്ന് ടെൻഷൻ അടിച്ച് അറ്റാക്ക് വരുത്തുന്നവരില്ലേ, നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒറ്റമൂലി ഏതാണ്? എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ണമായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോനെ, നിന്റെ ദാരിദ്ര്യം അന്യമായി പോകണമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ സൂറത്തുൽ വാഖിഅ ഒന്ന് പാരായണം ചെയ്യണേ.
കണ്ടോ നിങ്ങൾ ഓരോ സൂറത്തുകൾ നിത്യേന ഞാനും നിങ്ങളും ഓതേണ്ട സൂറത്തുകളാണിത്. വാഖിയ ഓതിയാൽ ദാരിദ്ര്യമില്ല, സജദ ഓതിയാൽ നമുക്ക് നാളെ ആഖിറത്തിൽ ശഫാഅത്തിന് വരികയാണ്, യാസീൻ ഓതിയാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയാണ്, ദുഹാൻ ഓതിയാൽ നമ്മുടെ പാപമോചനത്തിന് വേണ്ടി മലക്കുകൾ ദുആ ഇരക്കുകയാണ്. ഇനിയോ സൂറത്തുൽ മുൽക്കാണ് അടുത്ത 5-ാമത്തെ സൂറത്ത്. ആ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ അങ്ങ് പാരായണം ചെയ്താൽ ഖബറിൽ ഹിയൽ മുൻജിയത്ത് വഹിയൽ മാനിഅ ഹബീബ് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു തബാറക, സൂറത്തുൽ മുൽക്ക് രണ്ടുപേരിലും അറിയപ്പെടുന്ന സൂറത്ത്. ഹിയൽ മുൻജിയത്ത് വഹിയൽ മാനിഅ ഹബീബ് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. എന്തേ ആ സൂറത്തുൽ മുൽക്കിനെ നിങ്ങൾ പാരായണം ചെയ്താൽ നാളെ ഖബറിൽ നിങ്ങൾക്ക് അത് തുണയാണ്, അത് രക്ഷപ്പെടുത്തും. ഖബറിൽ അദാബിൽ നിന്ന് നിങ്ങൾക്ക് അദാബുകളെ തടഞ്ഞു നിർത്താനുള്ള കവചമാണ് സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും അത് പാരായണം ചെയ്യണേ. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ഒരു സംഘം ആളുകളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിലൂടെയുള്ള യാത്ര. ക്ഷീണിച്ചു, അവർക്ക് റെസ്റ്റ് എടുക്കണം, ഒരു ടെന്റ് കെട്ടണം, ആ പന്തല് കെട്ടാൻ വേണ്ടി കാല് കുത്താൻ കുഴി കുഴിക്കണം. അലി റളിയല്ലാഹു അൻഹും സൈന്യവും ടെന്റ് കെട്ടാൻ വേണ്ടി കാല് കുത്തുന്നു. കാല് കുത്താൻ വേണ്ടി കുഴി കുഴിച്ചപ്പോൾ ഒരു ഖബറുണ്ടായിരുന്നു. അറിയാതെ ഖബർ അങ്ങ് പൊളിഞ്ഞുപോയി. വഴിയോരത്ത് ഖബറുള്ളത് ഇവർ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഖബർ പൊളിഞ്ഞപ്പോൾ അകത്തേക്ക് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അതിനുള്ളിൽ ഒരാൾ ഇരുന്നിട്ട് സൂറത്തു തബാറക പാരായണം ചെയ്യുന്നു. മാഷാ അല്ലാഹ്. ഉടനെ ആ ഖബറങ്ങ് അടച്ചു വെച്ചിട്ട് വന്നു മദീനയിലേക്ക് ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹളറത്തിൽ വന്നിട്ട് അലിയാര് തങ്ങൾ പറഞ്ഞു, നബിയെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായല്ലോ. ഉടനെ തങ്ങൾ പറഞ്ഞു, അലിയാര് തങ്ങളെ ഹിയൽ മുൻജിയത്തു വഹിയൽ മാനിഅ, അത് ഖബറിൽ രക്ഷപ്പെടുത്താനുള്ള സൂറത്തല്ലേ, ഖബറിലെ അദാബുകളിൽ തൊട്ട് കാവൽ നൽകാനുള്ള സൂറത്തല്ലേ. അതുകൊണ്ട് ആ സൂറത്തിനെ നിത്യമാക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖബറിൽ രക്ഷപ്പെടാനുള്ളതായി. 6-മത്തെയും 7-മത്തെയും സൂറത്തുകൾ ചെറിയ സൂറത്തുകളാണ്. ഒന്ന് 6-മത്തേത് സൂറത്തു സൽസല, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന സൂറത്ത്. 7-മത്തെ സൂറത്തു തകാസുർ, അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്ത്. ഈ 7 സൂറത്തുകളും നമ്മൾ അങ്ങ് പാരായണം ചെയ്താൽ നമ്മുടെ ദുനിയാവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, ആഖിറത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അതുകൊണ്ട് എന്റെ ഈമാനുള്ള സഹോദരന്മാരെ, നമ്മൾ ആ സൂറത്തുകളെ നിത്യമാക്കണം. ഖുർആനുമായി നിത്യം നമുക്കൊരു ബന്ധം വേണം. മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, ഖുർആൻ നമ്മളെ വീട്ടിൽ പാരായണം ചെയ്യുമ്പോഴാണ് എന്റെയും നിങ്ങളുടെയും വീട്ടിൽ ബറക്കത്തുണ്ടാകുന്നത്. ആ ഖുർആനിനെ നമ്മുടെ വീട്ടിൽ നിന്ന് അകറ്റിക്കളഞ്ഞപ്പോ വീട്ടിൽ ഐക്യമില്ല, വീട്ടിൽ ബറക്കത്തില്ല, വീട്ടിൽ സമാധാനമില്ല. ഇതെല്ലാം വേണമെങ്കിൽ വീട്ടിലെ ഖുർആനിന്റെ പാരായണം നടക്കട്ടെ. എനിക്കും നിങ്ങൾക്കും ഖുർആനുമായുള്ള ബന്ധം എത്രത്തോളമുണ്ട് എന്നറിയാൻ ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് എവിടെ വെച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് എവിടെ ഇരിക്കുന്നു എന്ന് കൽബിലേക്ക് വന്നു. നിങ്ങളുടെ വീട്ടിലെ വാഷ് മെഷീൻ എവിടെ എന്ന് ചോദിച്ചാൽ ആ വാഷ് മെഷീൻ ഇരിക്കുന്ന ഇടം നമ്മുടെ മനസ്സിലേക്ക് വന്നു. നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് എവിടെ എന്ന് ചോദിച്ചാൽ അതിരിക്കുന്ന ഇടം എന്റെയും നിങ്ങളുടെയും കൽബിലേക്ക് വന്നു. എന്നാൽ ചോദിക്കട്ടെ, നമ്മുടെ ഖുർആൻ എവിടെ? എന്റെ ഖുർആൻ എവിടെ? ഡൈനിങ് ഹാളിലെ ടേബിളാണോ വെച്ചത്, അത് ഷോക്കേസിലാണോ, അലമാറക്ക് മുകളിലാണോ, എവിടെ എന്നൊരു ഐഡിയ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഖുർആനുമായി ഒരു ബന്ധമില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. നിത്യമായി ഖുർആനുമായി ബന്ധമുള്ള ഒരാളാണെങ്കിൽ
വീട്ടിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ട കലാമായ വിശുദ്ധ ഖുർആൻ എവിടെ എന്നറിയാതിരിക്കുമോ? ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഇടക്കാലത്തൊരു സുഹൃത്തൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, എല്ലാ സദസ്സുകളിലും ഉസ്താദ് ഇത് പറയണം. ഈ റമദാനിന്റെ മുന്നൊരുക്കമായി വന്ന മുഴുവൻ പ്രഭാഷണ വേദികളിലും ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. കാരണം അത്രയും ഗൗരവമുള്ള വിഷയമാണ്. എന്താണത്? ആ വീഡിയോയിലുള്ളത് എന്താ? നമ്മുടെയൊക്കെ വീട്ടിൽ ആക്രി പഴയ സാധനങ്ങൾ, പഴയ നോട്ട് ബുക്ക്, പത്രം, ഇങ്ങനെയൊക്കെ സാധനങ്ങൾ എടുക്കാൻ ആളുകൾ വരും. ആ സാധനങ്ങൾ എടുത്തു കളക്ട് ചെയ്ത് അവർ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയ കടക്കാരൻ അദ്ദേഹത്തിന് മുസ്ലിം വീടുകളിൽ നിന്ന് ലഭിച്ച വിശുദ്ധ ഖുർആൻ 2 രൂപക്കും 5 രൂപക്കും കിലോന് നമുക്ക് കിട്ടുന്ന ആക്രിയിലേക്ക്, വേസ്റ്റിലേക്ക് നമ്മൾ തള്ളിയ വിശുദ്ധ ഖുർആനുകൾ, ആ ഖുർആനിനെ കൊണ്ടുപോയ കടക്കാരന് ഖുർആനിനോടുള്ള ഒരു ബഹുമാനം കൊണ്ട് ചാക്കിൽ കെട്ടിവെച്ചതിന്റെ വീഡിയോ അവരെടുത്ത് കാണിച്ചു തരാൻ ഒരു പേജിന് പോലും പോറലേൽക്കാത്ത വിശുദ്ധ ഖുർആനെ നമ്മൾ ആക്രിയിലേക്ക് തൂക്കി വെച്ചിരിക്കുകയാണ്. എങ്ങനെ ഇവിടെ CAA വരാതിരിക്കും? എങ്ങനെ മുസ്ലിമീങ്ങൾ രക്ഷപ്പെടും? അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം ഇത്രയും അധികം ഈ ഉമ്മത്തിന്റെ വീടുകളിൽ നിന്നല്ലാതെ ഏത് വീട്ടിൽ നിന്നാണ് ഇറങ്ങിച്ചെന്നത്? നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഇതാണ് നമുക്ക് ഖുർആനോടുള്ള നിലപാട്. നമ്മൾ അതിനെ വേസ്റ്റിലേക്ക് മാറ്റിക്കളഞ്ഞു. ആ ഖുർആനോടുള്ള ബഹുമതിയെ നമ്മൾ ഇല്ലായ്മ ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, ആ ഖുർആനിനെ നമ്മൾ ബഹുമാനത്തോടെയാണ് വെക്കേണ്ടത്. ഇനി ആ ഖുർആനും അതുപോലെ മദ്രസയിലുള്ള പുസ്തകങ്ങൾ, ടെക്സ്റ്റ് പുസ്തകങ്ങൾ, കിതാബുകൾ, അതിലും ആയത്തുകൾ എഴുതിയിട്ടുണ്ടാകും, അതിലും ഹദീസുകൾ എഴുതിയിട്ടുണ്ടാകും. അതൊന്നും അങ്ങനെ നിങ്ങൾ പഴയത് കച്ചവടക്കാർക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റൂല. അതിനൊക്കെ ഒരു ബഹുമതിയുണ്ട്, ബഹുമാനമുണ്ട്. ഇനി ആ ഖുർആനിനെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് ദ്രവിച്ചു പോയതാണെങ്കിൽ തന്നെ അതവർക്ക് വിൽപ്പന നടത്താനല്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതിനെ നല്ല പോലെ കത്തിച്ചു കളഞ്ഞ് അതിന്റെ വെണ്ണീർ ശുദ്ധമായ ഒരു സ്ഥലത്ത് നജസ്സുകൾ കലരാത്ത മണ്ണിലേക്ക് നമ്മൾ കുഴിച്ചു മൂടണം. അതല്ലെങ്കിൽ ഉപയോഗശൂന്യമായ കിണറ്റിലെ വെള്ളത്തിലേക്ക് ആ വെണ്ണീർ നമ്മൾ ഇടണം. ഇങ്ങനെ അതിന്റെ പരിരക്ഷയോടെ ബഹുമാനത്തോടെ പെരുമാറുകയല്ലാതെ പഴയത് വിൽക്കുന്നവരിലേക്കോ വേസ്റ്റിലേക്കോ ഖുർആനിനെ തള്ളിക്കൂടാ. അങ്ങനെ ചെയ്താൽ ഖുർആനിന്റെ ശാപം നമ്മിലേക്ക് വരികയാണ്. കണ്ടില്ലേ, വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുമ്പോ ആ ഖുർആൻ ഓതുന്ന വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉസൈദ് ബിൻ ഖുലൈർ റളിയല്ലാഹു അൻഹു അതേ ഒരു രാത്രിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഖുർആനിന്റെ പാരായണം നടത്തുകയാണ്. ഖുർആൻ ഇങ്ങനെ ഓതാണ് വീട്ടിലൊരു രാത്രി. അപ്പൊ വീടിന്റെ മുൻവശത്ത് അദ്ദേഹത്തിന്റെ കുതിരയെ കെട്ടിയിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുതിരയുണ്ട്. മകൻ യഹ്യ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നപ്പോ കുതിര കുറച്ചിനിപ്പോ നിന്ന് ചാടിക്കളിക്കാൻ തുടങ്ങി. എന്തോ കണ്ട് പരിഭ്രാന്തിപ്പെട്ടതുപോലെ നിന്ന് ചാടിക്കളിക്കുന്നു. സാധാരണ കാണാത്ത എന്തോ കണ്ടതുപോലെ. അങ്ങനെ അദ്ദേഹം മോത്ത് നിർത്തി. അപ്പൊ കുതിരയുടെ ചാട്ടവും നിന്നു. വീണ്ടും അദ്ദേഹം മോദി. വീണ്ടും കുതിര അങ്ങനെ തന്നെ ചാടുന്നു. യഹ്യ എന്ന കുട്ടി ആ കുതിര ഇണക്കമുള്ള കുതിര ആയതുകൊണ്ട് അതിന്റെ ചുറ്റുഭാഗത്തുണ്ട്. അദ്ദേഹം ഭയപ്പെട്ടു, ആ ചാട്ടത്തിലും തട്ടിലും എന്റെ കുഞ്ഞിനെങ്ങാനും തട്ടിപ്പോകുമോ എന്ന് വിചാരിച്ച് ഓത്ത് നിർത്തി. പിറ്റേ ദിവസം ചെന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് നിന്നിട്ട് ഈ സംഭവം പറഞ്ഞു. അപ്പൊ തങ്ങൾ ചോദിച്ചു, അല്ല എന്തിനാ നിങ്ങൾ ഓത്ത് നിർത്തിയത്? അത് ആകാശത്ത് നിന്ന് അല്ലാഹു റഹ്മത്തിന്റെ മലക്കുകൾ ഇറക്കിയതാണ്. ആ മലക്കുകൾ മേഘം ഇരുണ്ടുകൂടി നിങ്ങൾ കണ്ടില്ലേ? അതേ നബിയെ, മേഘം ഇരുണ്ടുകൂടിയത് കണ്ടു. അതിലൂടെ റഹ്മത്തിന്റെ മാലാകമാർ ഇറങ്ങി വരികയാണ്. ആ റഹ്മത്തിന്റെ മാലാകമാർ നിങ്ങൾ ഓത്ത് തുടരുകയായിരുന്നു എങ്കിൽ അവരിറങ്ങി വന്ന് നല്ല വിളക്കുമായി ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണുമായിരുന്നു എന്ന് ഹബീബ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓത്ത് നിർത്തിയത് തങ്ങളെ, ഞാൻ എന്റെ മകന് ആ കുതിരന്റെ ചവിട്ട് കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തിപ്പോയതാണ്. അതുകൊണ്ടാ ഓത്ത് എന്താണ് ഇതാണ് സംഭവം എന്നറിഞ്ഞെങ്കിൽ ഞാൻ ഓതിയേനെ. പക്ഷേ എനിക്കിത് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഖുർആൻ ഓതിയാൽ ആ ഖുർആൻ ഓതുന്ന ഇടങ്ങളിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നുണ്ട്. ആ ഖുർആൻ ഓതിക്കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ദുആ ചെയ്താൽ
ആ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ അവിടെ മലക്കുകളുണ്ട്. മലക്കുകളുടെ ആമീൻ അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ? അതുകൊണ്ട് നേരത്തെ പറഞ്ഞ 7 സൂറത്തുകളെങ്കിലും മിനിമം നമ്മുടെ ജീവിതത്തിൽ അങ്ങ് ഓതിയിട്ട് നമ്മൾ അല്ലാഹുവിനോടങ്ങ് ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കുമോ? ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. നമുക്ക് ഖുർആനുമായുള്ള ബന്ധം എത്രയാണ്? നമ്മുടെ ഖുർആനും മഹാന്മാരുമായുള്ള അവരുടെ ഖുർആനുമായുള്ള ബന്ധം എത്രയാണ്? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനിതാ ഖറജതു ഹാജൻ ഇലാ ബൈത്തില്ലാഹിൽ ഹറാം വസിയാറത്തു ഖബ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനതാ ഒരു വർഷം ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്തിനും ഹജ്ജിനും വേണ്ടി ഉദ്ദേശിച്ച് ഞാൻ അതാ യാത്ര പോയിരുന്നു. അങ്ങനെ അതാ ഇടയിൽ വെച്ച് ഒരു വഴിയിൽ ഞാനിങ്ങനെ വരുമ്പോ ഇതാ ഒരു വഴിയിൽ ഇരുട്ടിന്റെ മറവിൽ ചെറിയതായി ഒരു കറുപ്പ് നിറമിങ്ങനെ കാണുന്നു. ഞാനൊന്നുകൂടെ അടുത്തേക്ക് നോക്കി. അപ്പോഴതാ ഒരു മനുഷ്യന്റെ ആൾരൂപം എനിക്ക് തോന്നി. ഞാൻ അതിനോട് ഒന്നുകൂടെ അടുത്ത് നോക്കിയപ്പോ അതേ പ്രായമായ ഒരു വലിയുമ്മയാണ്. നല്ല ഹിജാബ് ധരിച്ച് കറുത്ത വസ്ത്രം ധരിച്ച ഒരു ഉമ്മയാണ്. ഈ രാത്രി ഇരുളിന്റെ മറവിൽ അതേ ആ ഉമ്മ ഇങ്ങനെ നിന്നപ്പോ ഞാനങ്ങനെ ചെന്നിട്ട് ആ ഉമ്മാനോട് അതാ സലാം പറയുകയാണ്. അസ്സലാമു അലൈക്കി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആ ഉമ്മാനോട് ബാക്കിലൂടെ ചെന്ന് അങ്ങ് സലാം പറഞ്ഞു. അതേ ആ സലാം പറഞ്ഞ ഉടനെ തന്നെ ഉമ്മ എന്നോട് സലാം അടക്കിയത് എങ്ങനെയാണ്? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സാധാരണ നമ്മൾ സലാം അടക്കുന്ന ഖൗല് കൊണ്ടല്ല, മറിച്ച് ഖുർആനിലെ ആയത്തും കൊണ്ടാണ് സലാം അടക്കിയത്. സാധാരണ നമ്മൾ പറയുന്ന വർത്തമാനം പോലെയല്ല. ഞാൻ ചോദിച്ചതിന്, ഞാൻ പറഞ്ഞ സലാമിന് ഉമ്മ മറുപടി പറഞ്ഞത് ഖുർആനിലെ ആയത്ത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ആ ഉമ്മാനോട് ചോദിച്ചു, അല്ല ഉമ്മ, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? എന്തേ നിങ്ങൾ ഇവിടെ ഇങ്ങനെ അസമയത്ത് ആരും കൂടെ ഇല്ലല്ലോ, നിങ്ങൾ എങ്ങനെ ഇവിടെ ഒറ്റപ്പെട്ടു? എന്തേ ഇവിടെ എന്ന് ചോദിച്ചപ്പോഴും ഉമ്മയുടെ മറുപടി ഖുർആന് കൊണ്ട് തന്നെ. അല്ലാഹു തആല ഒരാളെ പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അയാളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയില്ല എന്ന ആശയമുള്ള ആയത്താണ് ഉമ്മ ഓതിയത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഉമ്മ വഴി പിഴച്ചു വന്നതാണ്. ചോദിച്ചതിനൊക്കെ മറുപടി ഖുർആൻ കൊണ്ടാണ്. സാധാരണ വർത്താനം ഉമ്മ പറയണില്ല, മറുപടി ഫുള്ള്. ആ സംഭാഷണം മുഴുവനും ഞാനത് വായിച്ചു കേൾപ്പിക്കാം. മുഴുവനും ഉമ്മ ചോദ്യത്തിന് മുഴുവനും മറുപടി ഖുർആൻ കൊണ്ട്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയുന്നു, ഞാൻ ആ ഉമ്മാനോട് ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഉമ്മ വഴിതെറ്റിയതാണെന്ന്. ഉടനെ ഞാൻ ആ ഉമ്മാനോട് ചോദിച്ചു, ഐന തുരീദീന, അല്ലയോ ഉമ്മ, ഇനി നിങ്ങൾ എന്താണ്, എവിടെന്നാണ് ഇവിടെ വന്നുപെട്ടത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എങ്ങോട്ടാണ് പോകുന്നത്? അതേ, ഉടനെ ഉമ്മ ഖുർആനിലെ ആയത്ത് ഓതുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. ഈ ആയത്തങ്ങ് ഓതിയപ്പോൾ അവർക്ക് മനസ്സിലായി മസ്ജിദുൽ ഹറാമിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഹജ്ജിന് പോകുന്ന സംഘത്തിൽ പെട്ടയാളാണെന്ന് മനസ്സിലായി. ഉടനെ ഞാൻ ചോദിച്ചു, എത്ര ദിവസമായി? അതെ, നിങ്ങൾ അൻതി കം ലകി ഫീ ഹാദൽ മൗളി, ഇവിടെ വന്ന് ഒറ്റപ്പെട്ടിട്ട് എത്ര ദിവസമായി എന്ന് ചോദിക്കുമ്പോഴും ഖുർആനിലെ ആയത്ത് കൊണ്ട് തന്നെ മറുപടി, സലാസ ലയാലിൻ സവിയാ,
3 ദിവസമായി എന്ന് എനിക്ക് ആ ആയത്തിൽ നിന്ന് മനസ്സിലായി. അവിടെയും ആയത്ത് കൊണ്ടാണ്, ഖുർആൻ കൊണ്ടാണ് ഉമ്മ മറുപടി പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ഉമ്മാനോട് ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ? നിങ്ങൾ ഭക്ഷിക്കുന്നത് കാണുന്നില്ലല്ലോ. നിങ്ങൾ എവിടെ? നിങ്ങളെ കയ്യിൽ ഭക്ഷണമില്ലല്ലോ. നിങ്ങൾ ഭക്ഷണം വല്ലതും കഴിക്കുന്നുണ്ടോ? അതിനും മറുപടി എന്താണ്? ഖുർആൻ തന്നെ എന്നെ അല്ല തന്നെ കുടിപ്പിക്കുന്നുണ്ട്, അല്ല തന്നെ ഭക്ഷിപ്പിക്കുന്നുണ്ട് എന്ന ആയത്തങ്ങ് ഓതുകയാണ്. അപ്പൊ ഞാൻ ആ ഉമ്മാനോട് ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾക്ക് വളു എടുക്കാനൊക്കെ വെള്ളം വേണ്ടേ? വെള്ളം വേണ്ടേ? നിങ്ങൾക്ക് നിസ്കരിക്കാൻ വളു എടുക്കണ്ടേ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് വെള്ളം? വെള്ളം ഞാൻ തരട്ടെ. അപ്പോൾ ആ ഉമ്മ പറയാണ്, എവിടെ നിന്നാണ് ഇത്ര കാലം വളു എടുത്തത്? ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂ സഈദൻ ത്വയ്യിബാ. വെള്ളം നിങ്ങൾക്ക് എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നല്ല മണ്ണുപയോഗിച്ച് തയമ്മം ചെയ്തോ എന്ന ആയത്തങ്ങ് ഓതുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ഉമ്മാക്ക് വെള്ളം കിട്ടിയിട്ടില്ല, തയമ്മം ചെയ്തിട്ടാണ് ബാക്കിയുള്ളതൊക്കെ നടക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അതാ ഇന്ന മഈ ത്വആമൻ, അതെ എന്റെ അടുത്ത് ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് ഞാൻ അതിൽ നിന്നൽപ്പം തരട്ടെയോ? അത് പറഞ്ഞപ്പോ ഉമ്മ ഖുർആൻ കൊണ്ട് തന്നെ മറുപടി, സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ, നോമ്പിനെ നിങ്ങൾ രാത്രിയാകുന്നത് വരെ അങ്ങ് പൂർത്തീകരിച്ചോ എന്ന ആയത്തങ്ങ് ഓതുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഉമ്മാക്ക് നോമ്പാണ്, ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, യാത്രക്കാർക്ക് നോമ്പ് അങ്ങനെ നോൽക്കേണ്ടതില്ലല്ലോ, ഇപ്പൊ റമദാനല്ലല്ലോ, പിന്നെ എന്ത് നോമ്പാണ് പോന്ന് ഞാൻ ചോദിച്ചു. ഉടനെ ഉമ്മ പറഞ്ഞു, വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, നിങ്ങളൊരു സുന്നത്ത് നോമ്പെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹു തആല അതിന് നല്ല പ്രതിഫലം നൽകുമെന്ന് ആശയമുള്ള ആയത്തങ്ങോതുകയാണ്. സുബ്ഹാനല്ലാഹ്. ചോദിക്കുന്നതിന് മറുപടി മുഴുവനും മറുപടി ഖുർആൻ. ആരാണ്? ഒരു സഹോദരി, ഒരു ഉമ്മയാണിത് പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോ ഉമ്മാക്ക് നോമ്പാണ്, സുന്നത്ത് നോമ്പാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, യാത്രക്കാർക്ക് നോമ്പ് വിൽക്കണമെന്നില്ലല്ലോ, യാത്ര എത്ര ക്ലേശപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി യാത്ര ചെയ്യുമ്പോൾ നോമ്പ് വിൽക്കണമെന്നില്ല, ചെറിയ അളവ് ഇസ്ലാമിലുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, വഅൻ തസൂമൂ ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നോമ്പ് നോൽക്കുന്നത് നിങ്ങൾക്ക് ഖൈറാൻ എന്ന ആശയം അങ്ങ് ഓതി, ആ ഖുർആനിന്റെ ആയത്തങ്ങ് ഓതി. അപ്പൊ എനിക്ക് മനസ്സിലായി ഉമ്മാക്ക് നോമ്പുണ്ട്, സുന്നത്ത് നോമ്പാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് കൂട്ടത്തിലാണ്? നിങ്ങളെ അഡ്രസ് എന്താണ്? നിങ്ങൾ ഏത് കൂട്ടത്തിൽ പെട്ടതാണെന്ന് ഞാൻ ചോദിച്ചു. ഉടനെ ഉമ്മ പറഞ്ഞു, ലാ തഖിഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ആവശ്യമില്ലാത്തതൊന്നും ചോദിക്കണ്ട മോനെ. നമ്മുടെ കാഴ്ചയെക്കുറിച്ച്, കേൾവിയെക്കുറിച്ച്, ചിന്തകളെക്കുറിച്ച് അല്ലാഹു തആല നാളെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊരു പെണ്ണുമാണും ഒഴിഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയപ്പോഴേക്ക്, മോളെ നിന്റെ അഡ്രസ് എന്ത്, നാടെവിടെ എന്ന ചോദ്യം ചോദിക്കണ്ട. അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങൾ പറഞ്ഞു, സോറി, എന്റെ അടുക്കൽ തെറ്റുപറ്റിയതാണ്, എന്റെ അടുക്കൽ തെറ്റുപറ്റി പോയതാണ്. അതുകൊണ്ട് തന്നെ സോറി പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും, ഈ ദിവസത്തിൽ ആരോടും പ്രതികാരമില്ലാത്ത ദിവസമാണ്, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന ആശയമുള്ള ആയത്തങ്ങോതുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഉമ്മാക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. ഞാൻ അറിയാതെ ചോദിച്ച ചോദ്യം അതെന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തി തന്നേ ഉള്ളൂ. അങ്ങനെ വീണ്ടും അവര് സംഭാഷണം തുടർന്നു. എന്നിട്ട് പറഞ്ഞു, മഹാനായ അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നാൽ എന്റെ കയ്യിൽ ഒട്ടകമുണ്ട്, എന്റെ ഒട്ടകപ്പുറത്ത് നിങ്ങൾ കയറ്, ഞാൻ
എവിടേക്കാണ് എത്തിക്കേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ എത്തിച്ചു തരാ. അപ്പൊ ഉമ്മാക്ക് ഒട്ടകപ്പുറത്ത് പോകണം, എവിടേക്കെങ്കിലും എത്തിച്ചു കൊടുക്കണല്ലോ. അപ്പൊ അതിന് ഉമ്മ മറുപടി പറഞ്ഞു, അതും ഖുർആൻ, വമാ തഫഅലൂ മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്. ആരെങ്കിലും ഒരാൾ ഖൈർ ചെയ്താൽ, നല്ലത് ചെയ്താൽ അല്ലാഹു തആല അത് അറിയുന്നവനാണ് എന്ന ആയത്ത് ഓതിയപ്പോ എനിക്ക് മനസ്സിലായി ഉമ്മാക്ക് ഒട്ടകപ്പുറത്ത് കയറിയിട്ട് ആ ഉമ്മാനെ എത്തിക്കേണ്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അതാ ഉമ്മാനെ ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറ്റാൻ വേണ്ടി ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ട് ഞാൻ അടുത്തേക്ക് വെച്ചുകൊടുത്തു. ആ ഒട്ടക പുറത്തേക്ക് കയറുന്ന സമയത്ത് സ്ത്രീകളാണ്, ചിലപ്പോൾ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, ഔറത്ത് കാണാനുള്ള സാധ്യതയുണ്ട്. അതെ, അപ്പോൾ ഉമ്മ ഓതുന്നു, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. അതേ, മുഅ്മിനീങ്ങളുടെ കണ്ണുകളെ താഴ്ത്തിക്കളയാനാണ്, ഹറാമുകളിൽ നിന്ന് കണ്ണുകൾ അങ്ങോട്ട് നോക്കാതെ മാറ്റിക്കളയണമെന്ന ആയത്ത് ഓതുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഉമ്മാമ അതേ ഔറത്ത് കാണാതിരിക്കാൻ ഇങ്ങോട്ട് നോക്കണ്ട എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ അങ്ങോട്ട് നോക്കിയില്ല. ഉമ്മ നിങ്ങൾ കയറിക്കോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കയറുന്ന സമയത്ത് ഉമ്മാമ്മക്ക് കയറാൻ പറ്റിയില്ല. കയറിയ സമയത്ത് വസ്ത്രം തെന്നി മാറിയ ഉമ്മാമാക്ക് കയറാൻ പറ്റുന്നില്ല. പക്ഷേ ഒട്ടകത്തിന്റെ ആളായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ നോക്കുന്നില്ലല്ലോ, അതറിയില്ലല്ലോ ഉമ്മ കയറിയോ ഇല്ലേ. ഉടനെ ഉമ്മാമാക്ക് കയറാൻ പ്രയാസമായപ്പോ പറഞ്ഞു, വമാ അസാബകും മിൻ മുസീബത്തിൻ എന്ന ആയത്ത് ഓതി ബിമാ കസബത് ഐദീകും. ഒരാൾക്ക് മുസീബത്ത് എത്തിച്ചേർന്നാൽ എന്ന ആശയമുള്ള ആയത്ത് ഓതിയപ്പോ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഉമ്മാമ ചെറുതായിട്ട് വീഴാൻ പോയിട്ടുണ്ട്, കയറാൻ പറ്റുന്നില്ല. ഉടനെ ഞാൻ ആ ഒട്ടകത്തെ ഒന്നുകൂടെ നേരെ പിടിച്ചിട്ട് ഉമ്മാമാനെ അടുത്തേക്ക് നല്ല ക്ഷമയോടെ കയറാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഉമ്മാമ ഓതി ഫഫഹംനാഹാ സുലൈമാന. എനിക്ക് മനസ്സിലായി എന്ന ആശയം അതേ ഖുർആനിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ പറഞ്ഞ ആയത്തോതി. അങ്ങനെ ആ ഉമ്മാമാനെ ഒട്ടകപ്പുറത്തേക്ക് കയറ്റുകയാണ്. ഒട്ടകപ്പുറത്ത് കയറി കഴിഞ്ഞപ്പോ റെഡിയായോ ഇല്ലയോ എന്ന് ഉമ്മാമ പറയുന്നത് എങ്ങനെയാണ്? വാഹനത്തിന്റെ പുറത്തങ്ങ് കയറിയപ്പോ ഖുർആനിലെ ആയത്തുണ്ടല്ലോ, വാഹനം കയറിയാൽ നമ്മൾ ഓതൽ സുന്നത്തുള്ള ദിക്ർ, അത് ഖുർആനിൽ വന്ന ആയത്താണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന ആയത്ത് ഉമ്മയങ്ങ് ഓതിയപ്പോ എനിക്ക് മനസ്സിലായി ഉമ്മ വാഹനത്തിന്റെ പുറത്ത് കയറിയിട്ടുണ്ട്, വാഹനം പോകാൻ റെഡിയായിട്ടുണ്ട് എന്ന്. അങ്ങനെ ഞാൻ വാഹനം ഓടിച്ചു പോകാൻ തുടങ്ങി. വാഹനം ഓടിച്ച് ഞാൻ പോകാൻ തുടങ്ങിയപ്പോ അതേ ഞാൻ പെട്ടെന്ന് വേഗതയിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഖുർആനിന്റെ ആയത്തോതി വഖ്സിദ് ഫീ മശീക വഗ്ളു മിൻ സൗതിക. നിങ്ങൾ വേഗത കുറച്ചിട്ട് നടക്കണം, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ താഴ്ത്തി ഹറാമിൽ നിന്ന് മാറ്റിക്കളയണം എന്ന ആശയമുള്ള ആയത്തങ്ങോതിയപ്പോ എനിക്ക് മനസ്സിലായി വേഗത കുറക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ വേഗത കുറച്ച് മെല്ലെ മെല്ലെ ഇങ്ങനെ മൂളിപ്പാട്ടും പാടിയിട്ട് ഞാനിങ്ങനെ വാഹനം ഓടിക്കാണ്. ഉടനെ ഉമ്മാമ ഖുർആൻ തന്നെ പറയുന്നു, ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ. നിങ്ങൾ ഖുർആനിൽ നിന്ന് എളുപ്പമായതങ്ങ് ഓതിയേക്കണേ മോനെ. മൂളിപ്പാട്ട് പാടുന്നത് എനിക്ക് പറ്റുന്നില്ല, വേണമെങ്കിൽ ഖുർആൻ ഓതിക്കോ എന്നാണ് അതിന്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവർ രണ്ടുപേരും ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോകാൻ. അവസാനം അതാ ചോദിച്ചു ഞാൻ ഒട്ടകപ്പുറത്ത് നിന്ന്, അലക്കി സൗജ്, നിങ്ങൾക്ക് ഭർത്താവുണ്ടോന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഭർത്താവുണ്ടോ? അപ്പോൾ ഉമ്മ പറഞ്ഞു ഖുർആനിന്റെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാഇൻ തുബ്ദിലകും തസൂകും. നിങ്ങൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്തത് ചോദിക്കണ്ട. എനിക്ക് ഭർത്താവുണ്ടോ മക്കളുണ്ടോ എന്തിന് നിങ്ങൾ അന്വേഷിക്കുന്നു? ഉടനെ ഞാൻ പറഞ്ഞു, അല്ല നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലല്ലേ എനിക്കൊരു സ്ഥലത്തേക്ക് എത്തിച്ചു തരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മക്കളുണ്ടോ ഭർത്താവുണ്ടോ ആരടുക്കലേക്കാണ് ഞാൻ എത്തിച്ചു തരാം.
തരേണ്ടത്? ഉടനെ ഉമ്മ വീണ്ടും ഖുർആൻ കൊണ്ട് മറുപടി പറഞ്ഞു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. മക്കളും സമ്പത്തും ദുനിയാവിന്റെ അലങ്കാരങ്ങളാണെന്ന ആയത്തങ്ങോതി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഉമ്മാക്ക് മക്കളുണ്ട് എന്ന്. അങ്ങനെ ആ മക്കളടുക്കലേക്ക് പോവുകയാണ്. അങ്ങനെ അവരിടക്ക് സംഭാഷണം നടക്കുന്നുണ്ട്. ചുരുക്കി പറയാം, മക്കൾ അടുക്കലേക്ക് പോകുമ്പോ ഒരു സംഘം ആളുകൾ ഇങ്ങനെ ഹജ്ജ് സംഘം പോകുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, ഉമ്മ ഒരു സംഘമുണ്ട്, അവരിൽ നിന്ന് നിങ്ങളെ മക്കളെ ഞാൻ എങ്ങനെ തിരിച്ചറിയും? മക്കളെ പേരെന്താ? അപ്പോഴെങ്കിലും ചിലപ്പോ സാധാരണ സംസാരിക്കേണ്ടി വരും അല്ലെ? മക്കളെ പേര് പറഞ്ഞു കൊടുക്കുമ്പോ മിക്കവാറും ഖുർആനിന്റെ പുറത്തുനിന്ന് സംസാരിക്കേണ്ടി വരും. ചോദിച്ചു, എന്താണ് നിങ്ങളെ മക്കളെ പേര്? ആ മക്കളെ പേരും പറഞ്ഞത് ഖുർആനിൽ നിന്ന് തന്നെ. ഉടനെ ഉമ്മ പറഞ്ഞു, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല വകല്ലമല്ലാഹു മൂസാ തക്ലീമാ യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവാ. ഈ 3 ആയത്തും അങ്ങോതി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരാളെ പേര് ഇബ്രാഹിമാണ്, മറ്റൊരാളെ പേര് മൂസ എന്നാണ്, മറ്റൊരാളെ പേര് യഹ്യ എന്നാണ്. ഈ 3 നബിമാരെ പേരും ഖുർആൻ പറഞ്ഞ ആയത്തുകൾ എടുത്തങ്ങോതുകയാണ്. ആ പേരുകൾ മനസ്സിലായപ്പോ ഈ സംഘത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ഞാനങ്ങ് വിളിച്ചു, യാ ഇബ്രാഹിം, യാ മൂസ, യാ യഹ്യ. ഞാൻ 3 പേരും അങ്ങ് വിളിച്ചപ്പോ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോടി വന്നു. ആ ചെറുപ്പക്കാര് വന്നിട്ട് അതെ അവർക്ക് ഞാൻ ഉമ്മാനെ കാണിച്ചു കൊടുത്തപ്പോ അവരെ മക്കള് തന്നെ. ആ മക്കള് വന്നപ്പോ മക്കളോട് ഉമ്മ പറയുന്നതും ഖുർആനാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഫബഅതു അഹദകും ബിവരിഖികും ഹാദിഹി ഇലൽ മദീന ഫൽയൻദുർ അയ്യുഹാ അസ്കാ തുആമൻ ഫൽയതികും ബിരിസ്ഖിൻ മിൻ. ഭക്ഷണം നിങ്ങൾ എന്ന് നല്ല ഭക്ഷണമാരാണ് പട്ടണത്തിൽ പോയി കൊണ്ടുവരിക എന്ന് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറഞ്ഞില്ലേ? ആ ആയത്ത് ഉമ്മയങ്ങ് ഓതുകയാണ് മക്കളോട്. മക്കൾക്ക് മനസ്സിലായി നല്ല ഭക്ഷണം മേടിച്ചു കൊണ്ടുവരാനാണ്. ആ മക്കള് പോയിട്ട് ഭക്ഷണം മേടിച്ചു കൊണ്ടുവന്നു. പെണ്ണ് കൊണ്ടുവന്നിട്ട് അതാ ഈ വന്ന അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പ ഉമ്മ പറഞ്ഞു, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയാ. ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ ഭക്ഷിച്ചോളൂ കുടിച്ചോളൂ എന്ന ആയത്തങ്ങോതി എന്നോട് ഭക്ഷിക്കാൻ പറയാണ്. മുമ്പിൽ കൊണ്ടുവന്ന ഭക്ഷണം, ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞതും ഖുർആനിന്റെ ആയത്താണ്. രണ്ടുപേരും ഖുർആനിൽ നല്ല വിവരമുള്ള ആളുകളായതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾക്ക് ഖുർആനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ഈ പരിപാടി ഒന്നും നടക്കൂല. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾക്ക് ഖുർആനെ പറ്റി നല്ല അവഗാഹമുണ്ട്, ഈ ഉമ്മാമാക്കും നല്ല അവഗാഹമുണ്ട്, ഹിഫ്ളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സംഭാഷണം നടന്നത്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ ഭക്ഷണം കഴിക്കൽ എനിക്ക് ഹറാമാണ്. ഏതുവരെ? എന്താണ് ഈ ഉമ്മ, നിങ്ങളെ ഉമ്മ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര നേരം ഞാനിങ്ങനെ സംസാരിച്ചിട്ട് അറബിയിൽ മാത്രം എന്നല്ല ഖുർആനിൽ മാത്രം സംസാരിക്കുന്നത്? ഇടയ്ക്ക് വെച്ചിട്ട് ഞാനത് ചോദിച്ചിരുന്നു ഉമ്മാനോട്, ഉമ്മ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഖുർആന് മാത്രം, ഞാൻ സാധാരണ പോലെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്താ നിങ്ങൾ ഇങ്ങനെ ഖുർആന് മാത്രം വെച്ചിട്ട് സംസാരിക്കുന്നത്? അപ്പൊ എന്നോട് ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അല്ല മോനെ, മാ യൽഫിദു ഖൗലം റഖീബ് അതീദ് അലൈഹിസ്സലാം എല്ലാ കാര്യങ്ങളും എഴുതുന്നുണ്ട് എന്ന ആശയമുള്ള ഖുർആൻ ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഉമ്മാമയങ്ങ് ഓതിക്കൊടുത്തു. അപ്പൊ എന്താണ് ഞാൻ ചെയ്യുന്ന പറയുന്ന എല്ലാം എന്റെ നന്മയുടെ ഏടിൽ ഖുർആന് മാത്രം ഇങ്ങനെ എഴുതി വെക്കണം, നാടൻ വർത്തമാനങ്ങളൊന്നുമില്ല, ഖുർആന് മാത്രം എന്റെ ആ നന്മയുടെ ഏടിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ നാളെ ആഖിറത്തിലേക്ക് കൊണ്ടുവരുമ്പോ ആ ഖുർആനിന്റെ ഒരു ഏടായിരിക്കും, അതെ ഞാൻ പറഞ്ഞ ഖുർആനിന്റെ ആയത്തുകൾ മാത്രമായിരിക്കും എന്റെ കയ്യിലേക്ക് തരാനുള്ള കിതാബ്. അതുകൊണ്ട് മക്കള് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ 40 വർഷമായിട്ട് ഞങ്ങളുടെ ഉമ്മ ഖുർആനല്ലാതെ മറ്റൊന്നും സംസാരിക്കുന്നില്ല. എന്റെ ഈമാനുള്ള ജനങ്ങളെ, നമ്മൾ ഖുർആനുമായി ബന്ധമെവിടെ?
അവരെ ഓത്തിന്റെ പുറത്തേക്ക് ഖത്മുൽ ഖുർആൻ തീർക്കൽ കഴിഞ്ഞിട്ട് അവര് സംസാരം വരെ ഖുർആനിലേക്ക് മാറ്റിപ്പോയി. കാരണം അവരെ നന്മയുടെ ഏട് അത് ഖുർആനിന്റെ ഒരു കോപ്പിയാകണമെന്ന് ആഗ്രഹിച്ചവരാണ്. ഞാനും നിങ്ങളും പോകാനുള്ള സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചവരാണവർ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനിനോട് നല്ല ബഹുമാനം വെച്ച് ഈ ഖുർആനിന്റെ വാർഷികമായ റമളാനിൽ ഞങ്ങളെ എല്ലാവരെയും നല്ലപോലെ ഖുർആൻ പാരായണം ചെയ്യാനും അതനുസരിച്ച് അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം റഹ്മാനേ. പടച്ച റബ്ബേ, നിന്റെ ഖുർആനും റമളാനും നാളെ സാക്ഷി നിൽക്കുന്നവരാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ഖുർആനും റമളാനും ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ. ഞങ്ങളെ സഹായിച്ച